ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫോറക്സിൽ ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഫോറക്സ് എന്നും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് എങ്ങനെയാണത് പൈസ ഉണ്ടാക്കുന്നത് ഫോറക്സ് എന്നെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്നും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഞാൻ മേലത്തെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി ഒന്ന് കണ്ടുവച്ചിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫോറക്സ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്ലസ് ഞാൻ എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും, IQ ഓപ്ഷനാണ്. അപ്പോൾ ഫോറക്സ് ട്രേഡ് ഞാൻ ആദ്യം തന്നെ പറയാം, ഫോറക്സ് ട്രേഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും നിങ്ങൾ IQ ഓപ്ഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫോറക്സ് ട്രേഡ് ചെയ്യാൻ IQ ഓപ്ഷനെക്കാട്ടി നല്ല ബ്രോക്കേഴ്സ് വേറെ ഒരുപാടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും, വേറെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് IQ ഓപ്ഷനിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ IQ ഓപ്ഷൻ ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതുവഴി കയറി ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി IQ ഓപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മൊബൈൽ ഫോണിലാണ് ചെയ്യാൻ കാണിച്ചു തരുന്നത്, IQ ഓപ്ഷൻ ഫോറക്സ് ട്രേഡിംഗ് ഇൻ മൊബൈൽ ഫോൺ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രാക്ടീസ് അക്കൗണ്ട് തന്നെയാണ് ഞാനിത്, കാരണം ഡെമോ കാണിച്ചു തരാനാണല്ലോ, എങ്ങനെയാണ് ട്രേഡ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത്, അല്ലാണ്ട് ഞാൻ ട്രേഡ് ചെയ്തല്ല കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ട്രേഡ് ഞാൻ ചെയ്തും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഫോറക്സ് എവിടെ നിന്നാണ് എടുക്കണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, എന്നാലും ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫോറക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോറക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഫോറക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും പേയേഴ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്രയും ഫോറക്സ് പേയേഴ്സാണ്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഒരു NSD CAD പെയർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലെന്തായാലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇൻഡിക്കേറ്റേഴ്സ് റിമൂവ് ചെയ്തു. നമ്മൾ ആദ്യം ഒരു ചാർട്ട് എടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ ബേസിക്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്സ് ആക്കി ഇടുക. പിന്നെ ടൈം ഇൻ്റർവെല്ലിൽ ഞാനിവിടെ 1 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി 1 മിനിറ്റ് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് ഓട്ടോ സ്കെയിലിംഗ് ഒന്ന് ഡിസേബിൾഡ് ആക്കി ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നാക്കഡ് ചാർട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്, അതായത് സ്ട്രാറ്റജീസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പിന്നെ ഫോറക്സ് ഒരുപാട് പേര് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഫോറക്സിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്, ഫോറക്സിൽ ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫോറിൻ എക്സ്ചേഞ്ചസ്. ഞാൻ ഓൾറെഡി ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കണം. ഈ ഫോറക്സിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഇത്ര എമൗണ്ട് വരെ പൈസ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ട്രേഡ് ക്ലോസ് ചെയ്യുന്ന പോലത്തെ സെറ്റപ്പ് നമുക്ക് ഫോറക്സിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഫോറക്സ് ചെയ്യുന്നത്. പക്ഷേ ഫോറക്സ് ആദ്യം പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോറക്സിൽ നിന്ന് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മേലെ നിന്നുള്ള ഓപ്ഷൻസ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഓരോന്നേ കവർ ചെയ്ത് വരാം. ആദ്യം നിങ്ങൾ ഒരു ട്രേഡിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് ഞാൻ ജസ്റ്റ് ഒന്ന് $100 കൊടുക്കുകയാണ്. ഓക്കെ, വെറുതെ ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ലെവർ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ ഒരു പെയറിൽ ഡിഫോൾട്ടായിട്ട് 100ലാണ് കിടക്കുന്നത്. ചില പെയേഴ്സിൽ 300 ഒക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഓരോ ട്രേഡ് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാർക്കറ്റ് അതൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബൈ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ബൈ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലിമിറ്റ്സ്. ഓക്കെ, ഈ ലിമിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ലിമിറ്റ്സിൽ ക്ലിക്ക് ചെയ്തു. ലിമിറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫോറക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുന്നത്, എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ടേക്ക് പ്രോഫിറ്റ് ഞാൻ ഡിഫോൾട്ടായിട്ട് 100ൽ തന്നെ കൊടുക്കണം. ടേക്ക് പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ കൊടുത്തു, എന്നിട്ട് നിങ്ങളുടെ ക്യാൻഡിൽ മേലോട്ട് പോയി നിങ്ങളുടെ ആ സെർട്ടൈൻ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100 പ്രോഫിറ്റ് വരും. ഓക്കെ, ഞാനിവിടെ 100 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 100 ആയതുകൊണ്ട് ഞാൻ $100 പ്രോഫിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ട്രേഡ് ക്ലോസ് ചെയ്യുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഞാനൊരു 50 സെറ്റ് ചെയ്യാം.
ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് ഞാനവിടെ ഒരു 50 സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 50 സെറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയാം, ഇപ്പം ഞാനൊരു കോൾ ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രഡിക്ഷന് ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൈൻ ലെവലിൽ എത്തുമ്പോൾ ഒരു 50% നിങ്ങൾക്ക് ലോസ് വരും. മനസ്സിലായി? സർട്ടൈൻ ലെവലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ $100 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഞാൻ 50 സെറ്റ് ചെയ്തതുകൊണ്ട് $50 നിങ്ങൾക്ക് ലോസ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ബേസിക്കായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പോലെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ യൂസ് ട്രailing സ്റ്റോപ്പ് ഫോർ പൊസിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം, പക്ഷേ ഞാനത് ഓഫാക്കി ഇടണം ഡിഫോൾട്ടായിട്ട്. പിന്നെ യൂസ് ബാലൻസ് ടു കീപ്പ് പൊസിഷൻ ഓപ്പൺ, ഈ ഓപ്ഷൻ ചിലപ്പോൾ എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുക. നിങ്ങൾ എന്തായാലും ആ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ഡിസേബിൾഡ് ആക്കി ഇടുക. കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ബാലൻസ് കുറച്ചായി പോയി തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് ഡിസേബിൾഡ് ആക്കി ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കൺഫേം എന്ന് കൊടുക്കുക. വേറെ ഒന്നും നോക്കാനില്ല. ഇനി കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഞാനിവിടെ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ ബൈ ചെയ്തത് ഇവിടെയാണ്, പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മേലെയാണ്. മനസ്സിലായില്ലേ? ഫോറക്സിൽ എപ്പോൾ ഇങ്ങനെയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കോള് കൊടുത്തതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ലൈന് കണ്ടില്ലേ, ഈ ഒരു ലൈനിൽ എത്തിക്കഴിയുമ്പോഴേ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് മേലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താലും മതിയാവും. ഈ ഒരു ലൈനിൽ മാർക്കറ്റ് മേലോട്ട് വന്ന് ഈ ഒരു ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് $100 പ്രോഫിറ്റ് വരും. അതേപോലെ ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ കോൾ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഓപ്പോസിറ്റായിട്ട് താഴോട്ട് വന്നിട്ട് ഈ ഒരു റെഡ് കളർ ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $50 ലോസ് വരും. മനസ്സിലായില്ലേ? ഞാൻ 50 സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് $50 ലോസ് വരും. സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ലൈനിൽ എത്തിക്കഴിയുമ്പോൾ ലോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇല്ലയെന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് മാറ്റാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേലത്തെ ഈ ഒരു പോർട്ട്ഫോളിയോ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ട്രേഡ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് NSDCAD ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സെറ്റിങ്സും മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മാറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൽ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ ടേക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യണ്ട അങ്ങനെ മാറ്റാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ 115, 120, 30 വെച്ച് കഴിഞ്ഞാൽ ഈ $131 പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ട്രേഡ് ക്ലോസ് ആവുള്ളൂ. ഓക്കെ, അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ ഈവൻ ഒരു ദിവസമൊക്കെ, ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് 100 ഇല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ 100 തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ എത്തുമ്പോൾ എനിക്ക് എന്താവും പ്രോഫിറ്റ് കിട്ടും. അതേപോലെ ഓപ്പോസിറ്റായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരും. പിന്നെ ഈ ലെവർ എന്താണെന്ന് ഞാൻ പറയാം. ഈ ലെവർ ഇപ്പോൾ 100 കിടക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഡിഫോൾട്ടായിട്ട് 100 മാത്രമേ ഇവിടെ ഉള്ളൂ. അത് മൊബൈലിലായതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ചില പേഴ്സിലും അങ്ങനെയാണ്. ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു ലിവറേ തരത്തുള്ളൂ. ലിവർ എന്ന് പറയുന്നത് 300 ഉണ്ട്, 200 ഉണ്ട്, 400 ഉണ്ട്, 500 ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും ലെവർ 100 സെറ്റ് ചെയ്യുക. ഓക്കെ, കാരണം 100 സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരുപാട് താഴോട്ടും പോവും, ടേക്ക് പ്രോഫിറ്റ് ഒരുപാട് മേലോട്ടും പോവും. അതേസമയം നിങ്ങൾ ലിവർ ഇപ്പോൾ ഒരു 500 സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലോക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് അത് റിസ്ക് കൂടും. അതേപോലെ ടേക്ക് പ്രോഫിറ്റും കുറച്ച് മേലോട്ടായിരിക്കും. അപ്പോൾ അത് റിസ്ക് കൂടും. ഇപ്പോൾ ലെവർ നിങ്ങൾ 500 കൂടുതൽ സെറ്റ് ചെയ്യണേ. അപ്പോൾ 100 മാക്സിമം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലെവൽ. അപ്പോൾ 100 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും റിസ്ക് ഉണ്ടാവില്ല, റിസ്ക് കമ്മിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ എക്സ്പയറി ടൈം 1 മിനിറ്റ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു മേലത്തെ ടേക്ക് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ താഴത്തെ സ്റ്റോപ്പ് ലോസിലോ ഈ മാർക്കറ്റ് എത്തുന്ന വരെ നിങ്ങൾക്ക് ആ ട്രേഡ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. IQ ഓപ്ഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക.
ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അഥവാ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് ഈ ട്രേഡ് വേണ്ട, ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാനുവലായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി ക്ലോസ് കഴിഞ്ഞാൽ എനിക്ക് അറൗണ്ട് $4 എനിക്കിപ്പോൾ നഷ്ടം വരും, കാരണം അത് പ്രോഫിറ്റിലെത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ IQ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാത്തവർ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ എൻ്റെ ലിങ്ക് വഴി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ നല്ല ബ്രോക്കേഴ്സ് നോക്കാനായിട്ട് ശ്രമിക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും ഒരുപാട് IQ ഓപ്ഷനും ഫോറക്സ് റിലേറ്റഡ് വീഡിയോസിനൊക്കെ ആയിട്ട്, ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എന്നിട്ട് ഓൾ കൊടുത്ത് വയ്ക്കുക ബെല്ലൈക്കണിൽ. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.